അത്ഭുതകരമായ 5 സൂറത്തുകൾ, എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ഓതേണ്ട ഒരു 5 സൂറത്തുകൾ. അങ്ങനത്തെ പവർഫുള്ളായ 5 സൂറത്തുകൾ നമുക്കൊന്ന് പഠിക്കാം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യം മുൻനിർത്തിയിട്ട് പാരായണം ചെയ്താൽ ആ കാര്യം വിജയിപ്പിച്ചു കൊടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ കൈമുതലാക്കി ഉറപ്പായി നടന്നു കിട്ടും. ഞാൻ ശ്രേഷ്ഠത പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി. എത്രയോ ഉമ്മമാർ സഹോദരിമാർ വന്നിട്ട് ഉസ്താദേ ഞാൻ ഓതി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടി, എന്നെ ഡയറക്റ്റ് പറഞ്ഞവരുണ്ട്, കമൻറ്റായി രേഖപ്പെടുത്തിയവരുണ്ട്. ഞാൻ ഓതിയിട്ട് ഇത്ര ദിവസം ഉസ്താദ് പറഞ്ഞതുപോലെ ഓതിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടി. ഒരു സഹോദരി പറഞ്ഞത് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ഓതി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നതെന്ന്. എവിടെ? ഗൾഫിൽ. വിസ ശരിയായി, എല്ലാം റെഡിയായി, ഭർത്താവ് കൊണ്ടുപോയി. ഇങ്ങനെ എത്രയോ കാര്യം, കല്യാണം ശരിയായവരുണ്ട്, ജോലി ശരിയായവരുണ്ട്, ഇങ്ങനെ തുടങ്ങി രോഗം ശിഫയായവരുണ്ട്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചവർ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ വലിയ നിധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ നമ്മളിലേക്ക് കൈമാറിയിട്ടുണ്ട്. വേറൊന്നുമല്ല, വിശുദ്ധ ഖുർആൻ. എന്നാൽ ഈ ഖുർആൻ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗമുള്ളവർക്ക്, കടമുള്ളവർക്ക്, പ്രയാസങ്ങളുള്ളവർക്ക്, ജോലിയില്ലാത്തവർക്ക്, വിവാഹം ശരിയാകാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് തുടങ്ങി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ നമ്മുടെ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് മുത്ത് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടെത്താൻ കുറച്ച് വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് വീട് വെക്കാൻ പറ്റുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് കടം വീട്ടാൻ പറ്റുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് നല്ല ജോലി കിട്ടുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ വിവാഹം ശരിയാകുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് നല്ല മക്കളെ കിട്ടുക, പരിശുദ്ധ ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം കിട്ടുക, പരിശുദ്ധ ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നല്ല മരണം കിട്ടുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുക, പരിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുക, പരിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് നാളെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുക, എല്ലാം ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരാക്കി നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹി നബിയിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അനുഗ്രഹമായി, വലിയ നിധിയായി നമ്മൾക്ക് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ചേർത്ത് തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള മാർഗം വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർക്കാനുള്ളത് വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയാനുള്ളത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷം ലഭിക്കാനും, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സങ്കടങ്ങൾ തീർന്നു കിട്ടാനും, ഒരു മുഅ്മിനായ മനുഷ്യന് സമാധാനം കിട്ടാനും, ഒരു മുഅ്മിനായ മനുഷ്യന് മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള വകുപ്പ് എവിടെയുണ്ട്? പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ നമ്മൾക്കത് തിരഞ്ഞെടുക്കാൻ, നമ്മൾക്കത് നേടിയെടുക്കാൻ സമയമില്ല എന്നത് മാത്രമാണ്. നമുക്ക് പലപ്പോഴും സമയമില്ല. ഒരു വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല, ആരും ഓതുന്നില്ല. എന്നാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ചത്ത ശരീരം പോലെയാണ് എന്ന്. അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. ആ വീട്ടിൽ റഹ്മത്തുണ്ടാകൂല, ബറക്കത്തുണ്ടാകൂല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങൂല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ വരൂല, സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ ആ വീട്ടിലേക്ക് വരൂല, നല്ല നല്ല ആത്മാക്കൾ, ജിന്നുകൾ ആ വീട്ടിലേക്ക് വരൂല. മറിച്ച് ഒരു ബറക്കത്ത് കെട്ട വീടായിരിക്കും അത് എന്ന്. ആ ജീവനില്ലാത്ത വീട് എന്ന് പറഞ്ഞതിന് അർത്ഥം ഉണങ്ങിക്കിടക്കുക എന്നല്ല, മറിച്ച് ഒരു ബറക്കത്തും ഉണ്ടാവില്ല വീട്ടിൽ നിന്ന്. മറിച്ചോ ഖുർആൻ ഓതുന്ന വീടുകളാണെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. നല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. സുഗന്ധപൂരിതമായ അന്തരീക്ഷമായിരിക്കും ഒരു വീട്ടിൽ ഖുർആൻ ഓതിയാൽ. നല്ല ഊത് പുകച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ? നല്ല വാസന അടിച്ചു. ഇതുപോലെയാണ് ഖുർആൻ ഓതുന്ന വീടുകളിൽ നിന്ന് ഇങ്ങനെ വാസന ഉയരും. അത് ആസ്വദിച്ചുകൊണ്ട് മലക്കുകൾ വരും, നല്ല നല്ല മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ വരും. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി ദുആ തരാൻ. ആ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും അള്ളാഹു പകർന്നു കൊടുക്കും. പിന്നെ ടെൻഷനോ ബുദ്ധിമുട്ടോ ആ വീട്ടിലുണ്ടാവില്ല. എന്തേ കാരണം? ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാണ്. ഇനി നാളെ ആഖിറത്തിലേക്ക് എത്തിയാലോ, ഖബറിലേക്ക് എത്തിയാലോ, ആ ഖബറിൻ്റെ മുകളിൽ മൂടുകല്ല് വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഫുൾ ഇരുട്ടായിരിക്കും. ആ ഖുർആൻ അവിടെ വെളിച്ചമായിട്ട് വരും, പ്രകാശിക്കും. നമുക്ക് കാണാൻ കഴിയും, സ്വർഗത്തിൻ്റെ അനുഭൂതികളെ കാണാൻ കഴിയും. അദാബിൻ്റെ മലക്കുകൾ വരുന്ന സമയത്ത് തടഞ്ഞു നിർത്തും. ഇങ്ങോട്ട് പ്രവേശനമില്ല, നോ എൻട്രി ബോർഡ് വെച്ച് അവിടെ കാത്തിക്കും. ഇങ്ങോട്ട് കയറാൻ പറ്റൂല, അദാബിൻ്റെ മലക്കുകളെ കയറ്റൂല. എന്ത്? ഖുർആൻ ഓതിയാൽ. ഇങ്ങനെ ഖുർആൻ ഓതുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും, ഇനി ആഖിറത്തിലേക്ക് അവിടെ ചെന്നാലും മുത്തനബി തങ്ങൾ പറയാം, നാളെ ഖുർആൻ വരും. എങ്ങനെ? ഷഫീഅൻ ലി അസ്ഹാബിഹി, എല്ലാ ദിവസവും ഓതിയ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന ശുപാർശകനായിട്ട് ഖുർആൻ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഇവരെ സ്വർഗത്തിലാക്കണം, നിന്റെ കലാമായ എന്നെ പരിഗണിച്ചവരാണ്, സ്വർഗത്തിലാക്കണം.
വല്ലപ്പോഴും ഒരു യാസീൻ ഓതലും വല്ലപ്പോഴും ഒരു കഹ്ഫ് ഓതലും ഒന്നും അല്ല പറഞ്ഞ മറിച്ച് എല്ലാ ദിവസവും ഒരായത്തെങ്കിലും മുടങ്ങാതെ ഓതാം. എന്നാലോ ഇനി ഞാൻ പറയാൻ പോകുന്ന അത്ഭുതകരമായ 5 സൂറത്തുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ഓതേണ്ട ഒരു 5 സൂറത്തുകൾ, അതിനുവേണ്ടി നമ്മൾ കുറഞ്ഞ സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സിലാക്കാം. ആ നേട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ എടുത്തു വെക്കുമ്പോൾ റബ്ബേ ഈ സൂറത്ത് ഞാൻ ഓതിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന നേട്ടങ്ങൾ കിട്ടുമല്ലോ, ആ നേട്ടങ്ങൾ ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുക, എൻ്റെ അശ്രദ്ധ കാരണം, മടി കാരണം, അലസത കാരണം ഞാൻ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ ഒഴിവാക്കുക, അല്ലാഹ് നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് പരിഗണിച്ച് ഒരാൾ ആ ഖുർആനിലെ ആ സൂറത്തൊന്ന് ഓതുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പൊരുത്തപ്പെടുകയും അയാൾ എന്താണോ ആഗ്രഹിച്ചത് അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ പവർഫുള്ളായ 5 സൂറത്തുകൾ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ദിവസവും ഓതേണ്ട ഒരു 5 സൂറത്ത് പഠിച്ചാലും അതിൽ മുഖ്യമായ ഏറ്റവും ടോപ്പ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആന്റെ ഹൃദയം. മുത്തുനബി തങ്ങൾ പറഞ്ഞത് ലികുല്ലി ഷൈഇൻ ഖൽബ്, എല്ലാ വസ്തുക്കൾക്കും ഖൽബുണ്ട്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഏതാ? സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ വിട്ടിട്ടുള്ളൊരു കളിയില്ല. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ കിട്ടുന്ന നേട്ടവും ആഖിറത്തിൽ കിട്ടുന്ന നേട്ടവും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ചെറിയ നേട്ടമൊന്നുമല്ല. സൂറത്ത് യാസീൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന നേട്ടവും ചെറുതല്ല, നാളെ ആഖിറത്തിൽ കിട്ടുന്ന നേട്ടവും ചെറുതല്ല. യാസീൻ നമുക്കറിയില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. ഇങ്ങനെ നമുക്ക് സാവകാശം ഇത് ഓതാൻ ഉസ്താദ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഓതാൻ അറിയില്ലല്ലോ ഉസ്താദെ, ഞങ്ങൾക്ക് പഴയ ആ മോഡൽ ശൈലിയിലല്ലോ ഓതാൻ അറിയുള്ളൂ, ഒന്ന് ബേജാറാണ്ട, ഇങ്ങനെ ഓതാ, ഇതേ സാവകാശം ഓതാ. സൂറത്ത് യാസീൻ ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ പറയാം അത് ഖൽബുൽ ഖുർആനാണല്ലോ, ഖുർആൻ്റെ ഹൃദയമാണല്ലോ. അപ്പോൾ ആ ഹൃദയത്തെ സ്പർശിക്കുന്നത് വളരെ മൃദുവായിട്ടാകണം, വളരെ മനോഹരമായിട്ടാകണം. അതിനെ ഓതേണ്ടതും അതിനെ കൊണ്ടു നടക്കേണ്ടതും നമ്മുടെ ഹൃദയമാക്കി കൊണ്ടു നടക്കണം സൂറത്ത് യാസീൻ. മുത്തുനബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി മൻ ഖറഅ സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ പാരായണം ചെയ്തു, ലിമാ ഖുരിഅ ലഹു, എന്തിനു വേണ്ടിയിട്ടാണോ അവൻ ഓതിയത് ആ ഓതിയ കാര്യം അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് എന്ന്. ഞാൻ ഓതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കടം വീടാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ദുനിയാവ് രക്ഷപ്പെടാനാണ്, ആഖിറം രക്ഷപ്പെടാനാണ്. എന്താവശ്യമായിക്കൊള്ളട്ടെ, രോഗം മാറാനാണോ, ബാധ്യതകൾ തീരാനാണോ, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഇടങ്ങേറുകൾ മുസീബത്തുകൾ തട്ടിമാറാനാണോ, എന്താവശ്യമാണോ നമ്മൾ കരുതിയത്, സൂറത്ത് യാസീൻ നിങ്ങൾ എന്ത് കരുതി ഓതിയോ ആ കാര്യം അള്ളാഹു അങ്ങോട്ട് നൽകുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുത്തുനബി തങ്ങൾ പറയുക. നിബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടുന്ന് പറഞ്ഞതൊക്കെ ഹക്കല്ലേ, സത്യമല്ലേ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞാൽ ഇനി എല്ലാ രാത്രിയിലും ഒരാൾക്ക് ഇത് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സമയത്ത് ഓതാം, ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓതിയാൽ മതി. പക്ഷേ മുത്തുനബി തങ്ങൾ പറയാണ് ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. എന്താണെന്നറിയോ? ഷഹീദായി മരിക്കുക, ശുഹദാക്കളുടെ കൂലി കിട്ടുക. ഷഹീദാകുന്ന പല രൂപത്തിലുണ്ട്. ശുഹദാക്കളുടെ കൂലി പല രൂപത്തിൽ കിട്ടും. ഒന്ന്, യുദ്ധക്കളത്തിൽ ഷഹീദാകുന്ന ആളുകൾക്ക് യഥാർത്ഥ ശുഹദാവിൻ്റെ കൂലി കിട്ടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർക്ക്, വയറിന് അസുഖം വന്ന് മരിച്ചവർ, അതുപോലെ തന്നെ മുങ്ങി മരിച്ചവർ, അതുപോലെ പല തീപിടുത്തത്തിൽ മരണപ്പെട്ടവർ, ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർ, ഇങ്ങനെ തുടങ്ങി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചവർ, ഇങ്ങനെയൊക്കെ പല രൂപത്തിലും മരണപ്പെടുന്ന, അപകടങ്ങളിലൊക്കെ മരണപ്പെടുന്നവർക്ക് ശുഹദാഇൻ്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാതെ, ഇതിലൊന്നുമില്ല, കിടക്കയിൽ കിടന്ന് മരിച്ച ഒരാൾ, അയാൾക്കും ഷഹീദിൻ്റെ കൂലി കിട്ടും. അതിന് എന്ത് ചെയ്യണമെന്നറിയോ? മൻ ദാവമ അലാ ഖിറാഅത്തി സൂറത്ത് യാസീൻ, ആരെങ്കിലും ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു, ലി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, മഗ്രിബിന് ശേഷമോ ഇശാഇന് ശേഷമോ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും സൂറത്ത് യാസീൻ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ സുമ്മ മാത്ത, പിന്നെ എപ്പോഴോ അദ്ദേഹത്തിൻ്റെ അവധി എത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടു, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു, എന്നാൽ മാത്ത ഷഹീദ, അദ്ദേഹം മരണപ്പെട്ടത് ഷുഹദാഇൻ്റെ പട്ടികയിലേക്ക് ഇടം പിടിച്ചവരായിട്ടാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഷുഹദാഇൻ്റെ പട്ടികയിൽ പെട്ടവരായിട്ടായിരിക്കും നാളെ മരണപ്പെടുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. എന്നിട്ടോ ഇനി മരണപ്പെട്ടില്ല, രാത്രിയിൽ പാരായണം ചെയ്തു, എന്നിട്ട് നേരം വെളുത്തപ്പോൾ അദ്ദേഹം അവരെഴുന്നേറ്റു, എന്നാൽ മഗ്ഫൂറല്ലഹു, അസ്ബഹ മഗ്ഫൂറല്ലഹു, പാപം പൊറുക്കപ്പെട്ടവരായിട്ടായിരിക്കും എഴുന്നേക്കുക. അന്നത്തെ ദിവസം ചെയ്ത മുഴുവൻ പാപങ്ങളെയും അള്ളാഹു അങ്ങോട്ട് പുറത്തു കൊടുക്കുമെന്ന്. എന്ത് ചെയ്താൽ മതി? രാത്രി സൂറത്ത് യാസീൻ ഓതി കിടന്നാൽ മതി.
രാത്രി സൂറത്ത് യാസീൻ ഓതി കിടന്നാൽ അന്ന് ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തിട്ടായിരിക്കും രാവിലെ ഇദ്ദേഹം എഴുന്നേൽക്കുക എന്ന്. എന്നാൽ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുന്ന ആളുടെ അക്കൗണ്ടിൽ വല്ല പാപം ഉണ്ടാകുമോ? പാപങ്ങളൊന്നുമില്ലാതെ ലോകത്ത് നിന്ന് യാത്ര പറയാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ നബിതങ്ങൾ തന്നെ പറയുന്നു ആ ആവശ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന്. സൂറത്ത് യാസീൻ്റെ ഫളായിൽ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, സൂറത്ത് യാസീൻ ഓതുന്നതിന് മുമ്പ് നിങ്ങൾ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഉദ്ദേശം എന്തു തന്നെയാണെങ്കിലും അത് ഉറപ്പായി നടന്നു കിട്ടുമെന്ന്. നിസ്കരിച്ചില്ല എങ്കിലും നടന്നു കിട്ടും. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ മഹാന്മാർ വിശദീകരിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടണമെങ്കിൽ എന്തു ചെയ്യും? അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം കൂടി നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുന്നതിന് മുമ്പ് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അതിനുശേഷം ആ ഇരുത്തത്തിലിരുന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഒന്ന് സൂറത്ത് യാസീൻ ഓതിയാൽ മതിയെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നാമത്തെ സൂറത്ത് അതാണ്, സൂറത്ത് യാസീൻ. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശാലമായ അനുഗ്രഹങ്ങളുണ്ട്. ഞാനെല്ലാം കൂടെ പറയുമ്പോൾ വീഡിയോ നീണ്ടുപോകുമെന്ന് കരുതിയിട്ടാണ് തൽക്കാലം നിർത്തുന്നത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മുടക്കരുത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് കിടക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് ഓതും. നല്ലൊരു നിയ്യത്ത് ഖൽബിൽ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ഥിരമായി ഓതുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാവും. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായി നമ്മൾ ഓതേണ്ട മഹത്വമുള്ളൊരു സൂറത്തുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു സൂറത്ത് വേറൊന്നുമല്ല, മുത്ത് നബി തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. നബി തങ്ങൾക്ക് സൂറത്തുൽ ഫത്ഹ് ഓതാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പഠിപ്പിക്കുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വലിയൊരു വിജയം കൊടുത്തു. മക്ക വിജയം കൊടുത്തു. നബിതങ്ങളെ ആട്ടിപ്പുറത്താക്കിയ മക്കയിലെ അധികാരത്തിൻ്റെ ആ കിരീടവും ചെങ്കോലും മുത്തുനബി തങ്ങൾക്ക് കൊടുത്തിട്ട് മക്കയിലേക്ക് തിരിച്ചു വരിക, വലിയ വിജയം കൊടുത്തു. വിശുദ്ധ ഖുർആൻ അത് പറയണ്ട, ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയെ തങ്ങൾക്ക് വലിയ വിജയം നൽകിയില്ല നബിയെ. ഏതാണ് ആ വിജയം? മക്കം ഫതഹിൻ്റെ വിജയമാണ്. വലിയ ഫത്ഹ്, വലിയ വിജയം തങ്ങൾക്ക് വരുമല്ലോ നബിയെ. തങ്ങൾക്ക് വന്നാൽ തങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, വിശാലമായി എന്ത് ചെയ്യുക? അതിൻ്റെ ആശയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സന്തോഷിപ്പിച്ചൊരു സന്തോഷമുണ്ട്. എന്ത്? തന്നെ പുറത്താക്കിയ നാട്ടിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിൻ്റെ അധികാരത്തെ നബിതങ്ങളിലേക്ക് എടുത്തങ്ങോട്ട് കൊടുത്തു. ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. സൂറത്തുൽ ഫത്ഹ് നബിതങ്ങൾ എപ്പോഴും പാരായണം ചെയ്യുമായിരുന്നു. വല്ലാത്ത ഇഷ്ടമായിരുന്നു, മഹബ്ബത്തായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നതായി കാണാം. ലഖദ് ഉൻസിലത് അലയ്യ ആയാതുൻ ഹിയ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫിഹാ കുല്ലുഹാ. എന്നിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ പരിശോധിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയത്ത്, മുത്തുനബി തങ്ങൾ പറയാം, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആയത്ത് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആയത്താണ് എന്ന്. അപ്പോൾ ആയത്തടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അള്ളാഹു പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യം മുൻനിർത്തിയിട്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അള്ളാഹു അവനും ഫത്ഹ് കൊടുക്കും, അവൾക്കും ഫത്ഹ് കൊടുക്കും. ആ കാര്യം വിജയിപ്പിച്ചു കൊടുക്കും. ജോലിയില്ലാത്തവരാണോ, ജോലി കിട്ടാൻ പരിശ്രമിക്കുന്നവരാണോ, വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അത് റെഡിയാകാതെ നിൽക്കുന്നവരാണോ, വിവാഹം ശരിയാകാത്തവരാണോ, ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ കൈമുതലാക്കിക്കോ, സൂറത്തുൽ ഫത്ഹ് ഉറപ്പായി നടന്നു കിട്ടും. ഞാൻ സൂറത്തുൽ ഫത്ഹിൻ്റെ മാത്രം ശ്രേഷ്ഠത പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി. എത്രയോ ഉമ്മമാർ സഹോദരിമാർ വന്നിട്ട് ഉസ്താദെ ഞാൻ ഓതി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടി, എന്നെ ഡയറക്റ്റ് പറഞ്ഞവരുണ്ട്, കമൻ്റായി രേഖപ്പെടുത്തിയവരുണ്ട്. ഞാൻ ഓതിയിട്ട് ഇത്ര ദിവസം ഉസ്താദ് പറഞ്ഞതുപോലെ ഓതിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടി. ഒരു സഹോദരി പറഞ്ഞത് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ഓതി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നതെന്ന്. എവിടെ? ഗൾഫിൽ. വിസ ശരിയായി, എല്ലാം റെഡിയായി, ഭർത്താവ് കൊണ്ടുപോയി. ഇങ്ങനെ എത്രയോ കാര്യം, കല്യാണം ശരിയായവരുണ്ട്, ജോലി ശരിയായവരുണ്ട്, ഇങ്ങനെ തുടങ്ങി രോഗം ശിഫയായവരുണ്ട്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചവർ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫത്ഹ് കൊണ്ട് അടക്കുക. നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അമ്പിയാക്കളോടൊപ്പം ചേർക്കാൻ അത് കാരണമായി തീരും. അമ്പിയാക്കൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഈ ഫത്ഹ് സൂറത്ത് പാരായണം ചെയ്തവർ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. സൂറത്തുൽ ഫത്ഹ് കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് ഓതാൻ പറ്റും. ചില എണ്ണങ്ങൾ മഹാന്മാർ പറയുന്നത്, ഒരാൾ 21 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ട്, ദുനിയാവിൻ്റെ ആഖിറത്തിൽ ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ട് 21 തവണ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടോ ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ,
ഒന്നീ 3 ദിവസം കൊണ്ട് ഓതി തീർക്കുക, അല്ലെ 5 ദിവസം കൊണ്ട് ഓതി തീർക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നതായി കാണാം. സൂറത്തുൽ ഫത്ഹിന്റെ ശ്രേഷ്ഠതയാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും സലാമത്താക്കി തരുമാറാകട്ടെ. എത്രയോ വിഷമങ്ങളുള്ളവരുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കിയുടെ ഒരു തവണയെങ്കിലും നിരന്തരം ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യും. നമ്മുടെ മനസ്സിലൊരു നിയ്യത്ത് വെച്ചാൽ മതി. നമുക്ക് അള്ളാഹു ആ നിയ്യത്ത് പൂർത്തീകരിച്ച് തരാൻ സഹായം ഉണ്ടാവും, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. നല്ല നിയ്യത്താണ് എങ്കിൽ, നല്ല ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അത് പൂർത്തിയാക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. സമയം കിട്ടിയാൽ ഓതാ, അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകണം എന്ന നിയ്യത്തോട് കൂടിയിട്ട് ഇന്നു മുതൽ ഞാൻ ഓതുമെന്ന് ഒരാൾ കൽബിൽ കരുതിയാൽ അള്ളാഹു അതിന് സഹായിയായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ്, നമ്മൾ ഓതുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെങ്കിലുമൊക്കെ ഓതി തീർക്കലല്ല, മറിച്ച് ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും നമ്മുടെ കൽബിൽ ഇഖ്ലാസ് വേണം, നല്ല നിയ്യത്ത് വേണം. ഏത് സൂറത്ത്, അത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാലും, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഓതിയാലും, ഫാത്തിഹ ഓതിയാലും, ബഖറ ഓതിയാലും, ആലി ഇംറാൻ ഓതിയാലും, ഏത് സൂറത്ത് ഓതിയാലും കൽബിൽ നല്ല നിയ്യത്തോടു കൂടി ഓതണം. എങ്ങനെ? ഇത് യജമാനനായ റബ്ബിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. നോക്ക് നിങ്ങൾ, നമ്മുടെ യജമാനനായ റബ്ബ് പറഞ്ഞ ആ വാചകങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുക. 10 ഇഖ്ലാസിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതുപോലെ എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് വുദൂഓടുകൂടി ഓതാൻ ശ്രമിക്കുക. ഞാനത് പറയാൻ കാരണം, കാണാതെ ഓതുന്നതിന് വുദൂ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ കാണാതെ ഖുർആൻ ഓതുന്നതിന് എന്ത് വേണ്ട? വുദൂവിൻ്റെ ആവശ്യമില്ല. കണ്ട് ഖുർആൻ തൊട്ട് ഓതുന്നതിന്, ഖുർആൻ ചുമക്കുന്നതിന് എന്തുള്ളൂ? നോക്കി ഓതാനും വുദൂവിൻ്റെ ആവശ്യമില്ല. ഖുർആൻ മുമ്പിൽ തുറന്നു വെച്ചു, വുദൂ ഇല്ല, എന്നാലും നോക്കി നമുക്ക് ഓതാം. പക്ഷേ ഖുർആൻ തൊട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതുന്നതിന് എന്തുണ്ട്? വലിയ കൂലിയുണ്ട്. ഒരാളിങ്ങനെ ഖുർആൻ എടുത്തിട്ട് എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ കൈ പിടിച്ച് ഓതുക. ഇത് വലിയ ബർക്കത്താണ്, ഖുർആൻ ഇങ്ങനെ പിടിച്ച് ഓതൽ. കാരണം എന്താ? ഖുർആൻ ചുമക്കുന്നതിൻ്റെ കൂലി കിട്ടും, ഖുർആൻ നോക്കുന്നതിൻ്റെ കൂലി കിട്ടും, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി കിട്ടും. ഓരോ അക്ഷരങ്ങൾക്കും 10 നന്മ വീതം ഖുർആനിൽ എഴുതപ്പെടും, നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും ഖുർആൻ നോക്കി ഓതിയാൽ. നോക്ക്, അപ്പോൾ ഒരാൾ ഖുർആൻ എടുക്കുമ്പോൾ അയാൾക്ക് വുദൂ വേണം. വുദൂവോട് കൂടിയിട്ട് ഖുർആൻ തൊടണം, ചുമക്കണം. എന്നാൽ കാണാതെ ഓതുമ്പോഴോ വുദൂ ആവശ്യമില്ല. പക്ഷേ എന്നാലും കാണാതെ അറിയുന്ന യാസീൻ ഓതുകയാണ്, കാണാതെ നമുക്കറിയാം. കാണാതെ ഓതുകയാണെങ്കിലും പരിപൂർണ്ണ വുദൂവോട് കൂടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. ശുപാർശകനായി നാളെ വരും. കാരണം എന്തേ? ഖുർആനെ പരിഗണിച്ചിട്ടാണ് നമ്മൾ വുദൂ ചെയ്തത്, ഖുർആനെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇഖ്ലാസ് ഉണ്ടാക്കിയത്, ഇഖ്ലാസോടുകൂടി നമ്മൾ ഓതിയത്. അതുപോലെ തന്നെ നമ്മളെപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്തും ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതാൻ ശ്രമിക്കുക, ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതുക. അതുപോലെ ഖുർആൻ ഓതുന്ന സമയം ധൃതി കാണിക്കാതിരിക്കുക. ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യാസീനൊക്കെ ഓതുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അൽ ഫാത്തിഹ എന്നങ്ങോട്ട് വിളിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ? യാസീനൊക്കെ ഓതി തീർക്കുന്ന സ്പീഡ്, എത്ര സ്പീഡിലാണ് നമുക്ക് പോകുന്നത്? കുർള എക്സ്പ്രസ് പോകുന്ന മാതിരിയായിട്ടാണ് നമ്മൾ യാസീൻ ഓതി തീർക്കുക. അങ്ങനല്ല, സാവകാശം ഖുർആൻ ഓതാം. വറത്തിലിൽ ഖുർആന തർത്തീല. വിശുദ്ധ ഖുർആൻ പറയാം, ഖുർആൻ ഓതേണ്ട ശരി പറയാം, വറത്തിലിൽ ഖുർആൻ. നിങ്ങൾ തർത്തീലായിട്ട് ഒന്ന് സാവകാശം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നിർത്തി 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 ഇങ്ങനെ ഓതാം. എത്ര രസം ഉണ്ടാവും ഖുർആൻ. കാരണം ഇങ്ങനെ അല്ലാതെ ഓതുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. മുത്തുനബി തങ്ങൾ പറയാം, ചില ആളുകളുണ്ട് റുബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ. കുറേ ആൾക്കാർ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഖുർആൻ റുബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു, വൽ ഖുർആനു യൽഅനുഹു. ആ മനുഷ്യരെ ഖുർആൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരിക്കും. എന്തു ചങ്ങായി, നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖുർആൻ ഈ മനുഷ്യനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം? അയാളുടെ ഓതൽ ക്ലിയർ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സാവകാശം നല്ല നിർത്തി തജ്വീദൊക്കെ അനുസരിച്ച് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് ഇത്രയും പ്രായമായില്ലേ, തജ്വീദൊന്നും പഠിക്കാനുള്ള സമയമില്ല. കണ്ടെത്തണം, നമ്മൾ തജ്വീദ് പഠിക്കാൻ സമയം കണ്ടെത്തണം. നാളെ നിൻ്റെ ഇമാം ആരാണെന്ന് ഖബറിൽ ചോദ്യം ഉണ്ടാവും. നിൻ്റെ ഇമാം ആരാ മാ ഇമാമുക്ക എന്ന് ചോദ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഖുർആനു ഇമാമി, എൻ്റെ ഇമാമ് ഖുർആനാണ്, എൻ്റെ വഴികാട്ടി ഖുർആനാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ഖുർആൻ അതുപോലെ പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മഹത്തായ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമ്മളൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. എന്താ പ്രയാസം? കടബാധ്യത. എപ്പോഴും നമ്മൾ പറയും, ഉസ്താദെ കടമുണ്ട്. പലപ്പോഴും പല ആളുകളും വിളിച്ച് വിഷമം പറയുന്നതാണ്, ഉസ്താദെ കടമുണ്ട്, എത്ര കടമുണ്ട്, അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, മകളെ കെട്ടിച്ച കടം, വീട് വെച്ച കടം, അതുപോലെ ജോലിക്ക് ഗൾഫിലേക്ക് പോയ കടം, ഇങ്ങനെ തുടങ്ങി എണ്ണി പറയും കടങ്ങളുണ്ട് എന്ന്. എന്നാലോ ഈ കടം വീടാനുള്ള മാർഗ്ഗം എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിനേക്കാൾ ചെറുതെന്തെങ്കിലും ഉണ്ടോ നമ്മൾ ആരും. ഏതെങ്കിലും സൂറത്ത് ഓതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ദിക്ർ വല്ലതും ഉണ്ടോ ഉസ്താദ്, ഇസ്മു വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ആവാൻ പാടില്ല. കടം എത്ര തന്നെയാണെങ്കിലും വീട്ടിൽ കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു മാർഗ്ഗമുണ്ട്.
അസ്മാഉൽ ഹുസ്നയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു അവസരത്തിൽ. മുത്തുനബി തങ്ങൾ കടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയില്ല, ഫഖർ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയില്ല, എടങ്ങേറ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. കടബാധ്യത പറയുമ്പോൾ സൂറത്തുൽ വാഖിഅ നിരന്തരം പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ലം തുസിബുഹു ഫാഖത്തുൻ അബദ, അയാൾ ഇഷ്ടമില്ലാത്തൊരു സംഗതിയും അയാളുടെ ജീവിതത്തിലേക്ക് വരൂല. ആ ഓതുന്ന ആളുടെ ജീവിതത്തിലേക്ക് കടബാധ്യത വരൂല, ദാരിദ്ര്യം വരൂല, ഇടങ്ങേറുകൾ ബലാ മുസീബാത്തുകൾ വരൂല, മറ്റുള്ള ലാലിമീങ്ങളുടെ അക്രമങ്ങൾ വരൂല, സിഹർ വരൂല, അയിന് കണ്ണേറ് വരൂല, തുടങ്ങി എന്തൊക്കെ വെറുക്കപ്പെടുന്നതുണ്ടോ അതൊന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരൂല എന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുത്തുനബി തങ്ങൾ പറയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അത് പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും ഒരാൾക്ക് സൂറത്തുൽ വാഖിഅ ഓതാൻ അവസരം കിട്ടിയാൽ, ആരെങ്കിലും അങ്ങനെ ഓതിയാൽ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഇന്നാളെന്നൊന്നുമില്ല, ആരോതിയാലും ശരി, ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ, ഒരടങ്ങേറും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും അയാളുടെ ജീവിതത്തിലേക്ക് വരൂല. നമുക്കൊന്നും ഓതാൻ സമയമില്ലല്ലോ ഇല്ലേ? ദാരിദ്ര്യം വന്നോട്ടെ, എന്ത് ചെയ്യുക? ദാരിദ്ര്യം വരുന്ന സമയത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടുക, അങ്ങനല്ല. അതിനു മുമ്പ്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് യജമാനായ റബ്ബിൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ അള്ളാഹു നമുക്ക് ദാരിദ്ര്യം നൽകൂല എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അന്ന ഖിറാഅത്ത് സൂറത്തുൽ വാഖിഅ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യൽ, കുല്ലലൈലത്തിൻ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ, തംനഉൽ ഫഖർ ദാരിദ്ര്യത്തെ നീക്കിക്കളയുന്നതാണ്, തുടച്ചു കളയും, തടയുന്നതാണ്. വതജിലിബു റിസ്ഖ്, അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് റിസ്ക് കൊണ്ടുവരുമെന്ന, റിസ്ക് നിങ്ങളിലേക്ക് എത്തിക്കും. റിസ്ക് ഇപ്പോൾ ഭക്ഷണം മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന വായു അടക്കം, കുടിക്കുന്ന വെള്ളമടക്കം, നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ, ഇതെല്ലാം റിസ്കിൽപ്പെട്ടതാണ്. നമുക്ക് അള്ളാഹു നൽകിയത് മുഴുവൻ റിസ്ക്കാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ എല്ലാം റിസ്ക്കാണ്. ഈ റിസ്ക് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നമ്മളിലേക്ക് നൽകും. അള്ളാഹു അതിലൊക്കെ ബർക്കത്ത് നൽകും. സമ്പാദ്യമില്ലാത്തവരാണോ സമ്പാദ്യം അള്ളാഹു അടുപ്പിച്ച് നൽകും. മക്കളില്ലാത്തവരാണോ മക്കളെ നൽകും അള്ളാഹു. ഇണയില്ലാത്തവരാണോ ഇണയെ നൽകും. വീടില്ലാത്തവരാണോ വീട് നൽകും. ജോലി ഇല്ലാത്തവരാണോ ജോലി നൽകും. എന്താണോ ആവശ്യമുള്ളത്, റിസ്ക് എന്ന് വെച്ചാൽ അങ്ങനെയാണ് ആവശ്യമുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിലേക്ക് അടുപ്പിച്ചു കൊടുക്കും. എന്ത് ചെയ്താൽ മതി? സൂറത്തുൽ വാഖിഅ മുടങ്ങാതെ എല്ലാ ദിവസവും ഓതിയാൽ മതി. എല്ലാ രാത്രിയും ഒരു തവണ സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ വാഖിഅ ഓതാൻ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കണ്ടെത്തുക. നമ്മൾ സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ കഴിയും. വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമുക്കത് ഖുർആനാണ് ഓതി കാണാതെ പഠിക്കാൻ കഴിയും. അങ്ങനെ കാണാതെ പഠിച്ചാലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, അതിനുവേണ്ടി മെനക്കെട്ടിരുന്ന് സമയമില്ലാത്തവരാണ്, രാത്രിയൊക്കെ ഇടങ്ങേറ് ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മക്കളെ നോക്കാനുണ്ട്, അങ്ങനത്തെ വീട്ടു ജോലി ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓതി തീർക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്കത് ചെയ്യാം. പക്ഷേ ഖൽബിൽ നല്ല നിയ്യത്ത് വേണം. അള്ളാഹുവേ എനിക്ക് ഞാൻ ഈ ഓതുന്നത് കൊണ്ട് ഫലം തരണേ അള്ളാഹ് എന്ന നല്ല നിയ്യത്തോട് കൂടിയിട്ടാവണം ഓതേണ്ടത്. ആരെങ്കിലും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും ചെയ്തു. ഇനി കൂടുതൽ ഓതാൻ കഴിഞ്ഞാലോ, സൂറത്തുൽ വാഖിഅയുടെ മഹത്വം പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ദിവസം ഇത് ഓതി, സൂറത്തുൽ വാഖിഅ ഓതി, എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ദിവസം, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തെ മുഴുവൻ എളുപ്പമാക്കി കൊടുക്കുന്ന, പ്രയാസം മുഴുവൻ മാറ്റിയിട്ട് ആ പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്പ്രയാസമാക്കി കൊടുക്കും. അതൊന്നും ഒരു പ്രയാസം അല്ലാതാക്കി കൊടുക്കുന്നു. അള്ളാഹിൻ്റെ മുമ്പിൽ അതൊന്നും പ്രയാസമല്ലല്ലോ. ഇനി ഒരാൾക്ക് ഒരു ദിവസം 7 തവണ ഓതാൻ അവസരം കിട്ടിയാൽ വഖറാഅത്തു സൂറത്തുൽ വാഖിഅത്തി യൗമിയൻ 7 മററാത്ത്, 7 തവണ സൂറത്തുൽ വാഖിഅ, കുറേ സമയമുള്ള ആളാണ്, വെറുതെ ഇരിക്കുകയാണെന്ന് എന്ത് ചെയ്യുക, 7 തവണ സൂറത്തുൽ വാഖിഅ ഓതാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തുഫ്തഹു അബ്വാബുൽ ഖൈർ, ഖൈറുകളുടെ മുഴുവൻ വാതിലുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് തുറന്നു കൊടുക്കും. ഖൈറിൻ്റെ വാതിൽ മുഴുവൻ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ്. 7 തവണ ഓതാൻ അവസരം കിട്ടാൻ അള്ളാഹു ഒരു തവണയെങ്കിലും ഓതാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. 7 തവണയൊക്കെ ഓതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് അവസരം നൽകും, തൗഫീഖ് നൽകും, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്ത സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിൻ്റെ നേട്ടം പറയുന്ന മഹാന്മാർ എണ്ണിയത് മുഴുവൻ, അധികവും എണ്ണിയത് അയാൾക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന. ഖബറിൽ കിടന്നാൽ പുതിയാപ്പിള കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങാൻ പറ്റും. സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം പറയാണ്. 30 ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുകൾ. ആരെങ്കിലും ഒരാൾ ഈ 30 ആയത്തുകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പുതുമണവാളനാക്കിയിട്ടായിരിക്കും ഖബറിലേക്ക് അയക്കുക എന്ന്. നം കനൂമത്തിൽ അറൂസ്, പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോളാൻ പറയും. നോക്കുങ്ങൾ, കാരണം നബി തങ്ങൾ പറയുകയാണ്, ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കും. ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം 2 ആളുകൾ എന്തു ചെയ്യും, ഈ വ്യക്തിയുടെ അടുക്കലേക്ക് വരും. 2 ആളുകൾ.
എന്നാൽ ഈ വരുന്ന ആളുകൾ ഈ ഖബറാളിയുടെ തലഭാഗത്തൂടെ വരുമ്പോൾ അവിടെ മറ്റൊരാൾ വന്നു നിൽക്കും, ഇവിടേക്ക് കടക്കാൻ പറ്റൂല, ഇവിടേക്ക് പ്രവേശിപ്പിക്കൂല, പോയിക്കൊള്ളാൻ പറയും. അവർ തിരിച്ചു പോയിട്ട് കാലിൻ്റെ ഭാഗത്തിലൂടെ വരും. അപ്പോൾ നേരത്തെ വന്നു നിന്ന ആൾ കാലിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കും, ഇതിലെ കൂടെ കയറാൻ പറ്റൂല. വലതു ഭാഗത്ത് എന്ന് നീക്കും, വലതു ഭാഗത്തൂടെ വരുമ്പോഴും തടയും, ഇടതു ഭാഗത്തൂടെ വരുമ്പോഴും തടയും, മുകൾ ഭാഗത്തൂടെ വരുമ്പോഴും തടയും. ഇങ്ങനെ ആ ഖബറിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഏതൊക്കെ വഴികളുണ്ടോ അവിടെ ഒക്കെ കടന്നു വരുമ്പോൾ ഈ വ്യക്തി വന്ന് തടഞ്ഞു നിർത്തും, പറയും ഇതിലെ കൂടെ കിടക്കാൻ പറ്റൂല. നബി തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യൻ ജീവിതകാലത്ത് ഓതിയ സൂറത്തുൽ മുൽക്കാണ് ഈ അദാബിൻ്റെ വന്ന ഈ രണ്ട് മലക്കുകളാരാ? അദാബിൻ്റെ മലക്കുകളാ. ഈ അദാബിൻ്റെ മലക്കുകളെ ആ ഖബറിലേക്ക് വരുന്നതിനെ തൊട്ട് തടഞ്ഞത് അദ്ദേഹം പാരായണം ചെയ്ത സൂറത്തുൽ മുൽക്കാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സൂറത്തുൽ മുൻജിയ എന്നൊരു പേരതിനുണ്ട്, കാക്കുന്ന സൂറത്ത് എന്ന്. സൂറത്തുൽ മുൻജിയ എന്തിനെ തൊട്ട്? തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കും. ഏത്? സൂറത്തുൽ മുൽക്ക്. അല്ലാഹ് ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മാനിഅ എന്നൊരു പേരുണ്ട്. മാനിഅ എന്ന് വെച്ചാൽ എന്താ? അദാബിൻ്റെ മലക്കുകളെ തടയുന്ന സൂറത്താണ്, കാക്കുന്ന സൂറത്താണ്. അദാബിൻ്റെ മലക്കുകളെ ഐ തംനഉ മിൻ അദാബിൽ ഖബർ, അദാബിൻ്റെ മലക്കുകൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ കലാം സൂറത്തുൽ മുൽക്ക് തടഞ്ഞു നിർത്തും, ഇങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് പറയും. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു തവണ ഓതിക്കൂടെ 30 ആയത്തേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു സൂറത്തും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. ഒരു സൂറത്ത്, അടുത്ത അവസാനത്തെ ഒരു പവർഫുള്ളായ സൂറത്താണ്. പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതേണ്ടത് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. എല്ലാ ദിവസവും ഓതണം. ഏതാണ്? സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ ഖൈറാത്തുകളെ കൊണ്ടുവരുന്ന സൂറത്താണ് എന്ന് നബി തങ്ങൾ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട സകല ഖൈറുകളും അള്ളാഹുവിനറിയാം, അള്ളാഹുവിനറിയാം. സകല ഷെറുകളെയും അള്ളാഹുവിനറിയാം. ഷെറുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയാണോ ഖൈറായത് അത് മുഴുവൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സൂറത്താണ് സൂറത്തു ദുഖാൻ. ആരെങ്കിലും ഒരാൾ സൂറത്തു ദുഖാൻ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ബുനിയ ലഹു ബൈത്തൻ ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അയാൾക്കൊരു ഭവനം അല്ലാഹു കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂല. ഓരോ ദിവസവും ഓരോ വീട് ഇങ്ങനെ കിട്ടും. എങ്ങനെ ഉണ്ടാവും? എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 ദിവസം പാരായണം ചെയ്യുമ്പോൾ 10 വീട്, സ്വർഗത്തിലെ വീട് അല്ലാഹു അവന് കൊടുക്കും. ദുനിയാവിലൊരു വീട് കിട്ടിയാൽ തന്നെ നമുക്ക് വലിയ അത്ഭുതമാണ്. എന്നാൽ ഇത് സ്വർഗത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന, വിലമതിക്കാനാവാത്ത വലിയ ഭവനങ്ങൾ, കൊട്ടാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ. അതുമാത്രവുമല്ല, യുസ്തഗ്ഫറു ലിഖാരിഇഹ 70000 മലക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപങ്ങളൊന്നും ചെയ്യാത്ത മലക്കുകളുണ്ടല്ലോ, ഒരു പാപവും ചെയ്യാത്ത മലക്കുകളിൽപ്പെട്ട 70,000 മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹു ഇവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഇവൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് പുറത്തു കൊടുക്കണേ. ഇങ്ങനെ ഈ പൊറുക്കൽ തേടിക്കൊണ്ടേയിരിക്കും. സൂറത്തുൽ മുൽക്ക്, ഈ സൂറത്തുൽ ദുഖാൻ ഒരൊറ്റ തവണ പാരായണം ചെയ്ത് നോക്കുക. ഇനിയോ നമ്മൾ ഓതാനിരിക്കുമ്പോൾ, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇടങ്ങേറുണ്ടാക്കാൻ ശൈത്താൻ വരും, ഇബിലീസ് വരും, നമ്മളെ പിഴപ്പിക്കാൻ വരും. ഈ വരുന്ന സമയത്ത് ഇബിലീസിനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി, ഒരു പരിചയമാണ് സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ഇബിലീസിൻ്റെ ഷർറുണ്ടാവില്ല എന്നാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകും നമ്മളെ തടസ്സങ്ങളായിട്ട് കുറേ സംഗതികൾ. ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് ഹൈറായ സംഗതികൾ മുഴുവൻ നമ്മളിലേക്ക് ഒരുമിച്ച് കൂടാൻ സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ മതി. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നരകത്തിൻ്റെ പുക, നരകത്തിൻ്റെ ചൂട് ആ വ്യക്തിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കൂല. നാളെ നരകത്തിൽ അയാൾ കടക്കൂല. ദുഖാൻ എന്ന് വെച്ചാൽ പുകയെന്ന് അർത്ഥം. ആ പുക എന്തുണ്ടാവില്ല? നരകത്തിൻ്റെ പുക ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കേണ്ടി വരില്ല. റാഹത്ത് നൽകും അല്ലാഹു ജീവിതത്തിൽ. സൂറത്തു യാസീൻ, സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ദുഖാൻ, ഈ പവർഫുള്ളായ 5 സൂറത്ത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം മെനക്കെട്ട് നിങ്ങൾ ഓതാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഈ പറഞ്ഞ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ പിന്നെ നമ്മൾ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല. പിന്നെ നമ്മൾ ആരുടെ മുമ്പിലും വിഷമിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ല. ആരുടെ മുമ്പിലും ഇളിഭ്യനായി പോകൂല. അല്ലാഹു വലിയ ഇസ്സത്ത് നൽകും ജീവിതത്തിൽ. നിങ്ങളൊന്ന് പതിവാക്കി നോക്കി വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അല്ലാഹുവേ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ബറക്കത്തുകളും ഞങ്ങൾക്ക്
നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. ഈ പറഞ്ഞ നിഅമത്തുകൾ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിൻ്റെ നല്ല നല്ല മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദുആ ഇറക്കണം. ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഖുർആനാണ് ഈ പറഞ്ഞത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകാൻ അത് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നാളെ ശുപാർശകരായി ഖുർആൻ വരുന്ന നല്ല മുത്തഖീങ്ങളിൽ ചേർത്ത് തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.